കോൺഗ്രസിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹം തള്ളി സിപിഎം നേതാവ് പി.കെ. ശശി. അടിസ്ഥാനരഹിതമായ വാർത്തയാണ്, ആരുമായും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, തന്നെ നശിപ്പിക്കാൻ ശ്രമമെന്നും പി.കെ. ശശി പറയുന്നു. ഞാനറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്നോട് ഇപ്പൊ ഒരാളൊരു സ്ക്രീൻഷോട്ട് അയച്ചു പി.കെ. ശശി ബെന്നിയുമായി ചർച്ച ചെയ്യുന്നു കോൺഗ്രസ്. ഞാന് നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ചാനല് തന്തയില്ലാത്ത പണിയാണ് കാണിക്കുന്നത്. റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ നല്ല മാർഗം സ്വീകരിക്കുന്നതിന് പകരം പൂർണ്ണമായും സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ കുറെ കാലമായിട്ട് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ കുറെ നാളുകളായി ഞാൻ ജർമ്മനിയിലാണ്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രാങ്ക്ഫർട്ടിലും മ്യൂണിക്കിലും 2 പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിവസങ്ങളായി ജർമ്മനിയിലാണ്. കേരളത്തിന്റെ ടൂറിസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, ഞാനും അവിടെയുണ്ട്. അവിടെ നിന്ന് ഇന്ന് രാവിലെയാണ് കൊച്ചിയിൽ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയത്. ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഈ ആകെ മാറുകയാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തലയ്ക്ക് വലിയ കിഡ്നസ് ആയി. ഇപ്പോഴാണ് മാറ്റം വന്നത്. അപ്പൊ കംപ്ലീറ്റ് കിടക്കുകയാണ്. അതിന്റെ ഇടയിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ 3 മണിക്ക് എണീറ്റപ്പോഴാണ് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, റിപ്പോർട്ടർ ചാനലുകാർ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന ആളുമായിട്ട് എനിക്ക് ഒരു ബന്ധം കഴിയാൻ പോലും ഇല്ലാത്ത ഒരാളാ. എനിക്ക് അതിലായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അതുമല്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ലാലോ. അത് എന്നെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ചില ആളുകളുടെ നീക്കത്തിന്റെ ഭാഗമാണ്. വി അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. എന്തായാലും പാടെ നിരസിക്കുകയാണ് അത്തരം വാർത്തകൾ പി.കെ. ശശി. അരുൺ, ബെന്നി ബെഹനാൻ സന്ദീപിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. അത് വി.ഡി. സതീശൻ തന്നെ സൂചിപ്പിച്ചതാണ്. ആ ബെന്നി ബെഹനാനുമായി ചർച്ച നടത്തി എന്ന വാർത്തയാണ് പി.കെ. ശശി നിഷേധിക്കുന്നത്. പാർട്ടിയുമായി യാതൊരു പിണക്കവുമില്ല, ഉറച്ചു തന്നെ എന്നാണോ പി.കെ. ശശി പറയുന്നത്? പാലക്കാട് തുടക്കം മുതൽ പാർട്ടി മാറ്റങ്ങളും കൂറുമാറ്റങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ സന്ദീപ് വാര്യർ തികച്ചും അപ്രതീക്ഷിതമായി കോൺഗ്രസ് എത്തുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇന്നും ചില രാഷ്ട്രീയ ബോംബുകൾ പാലക്കാട് പൊട്ടാനിരിക്കുന്നുവെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഉച്ച മുതൽ ഇത്തരമൊരു അഭ്യൂഹം പാലക്കാട് പ്രചരിച്ചത്. പി.കെ. ശശി സിപിഎമ്മിന്റെ ഷൊർണൂർ മുൻ എം.എൽ.എ, അതുപോലെ സിപിഎമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി അംഗമായിരുന്ന പി.കെ. ശശി, നിലവിൽ കെ.ടി.ഡി.സി ചെയർമാൻ കൂടിയാണ്. പി.കെ. ശശി കോൺഗ്രസിലേക്ക് പോകുമെന്ന സൂചനകളാണ്, നേരത്തെ അഭ്യൂഹങ്ങളാണ് പുറത്തു വന്നത്. പക്ഷേ ഇപ്പോൾ ന്യൂസ് 18നോട് ആ അഭ്യൂഹങ്ങളെല്ലാം തള്ളിപ്പറയുകയാണ് പി.കെ. ശശി ചെയ്തത്. അത്തരം ഒരു ആലോചന നടന്നിട്ടില്ല. അദ്ദേഹം കെ.ടി.ഡി.സി ചെയർമാൻ എന്ന നിലയിൽ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് ജർമ്മനിയിലായിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹം നെടുമ്പാശ്ശേരിയിലെത്തിയത്. അവിടെ നിന്ന് പാലക്കാട് എത്തുകയും ചെയ്തു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ആ വാർത്തയെ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് പി.കെ. ശശി. നാളെയാണ് കൊട്ടിക്കലാശം, അതിനു മുൻപ് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണോ പി.കെ. ശശിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്? പി.കെ. ശശിയുടെ വാക്കുകൾ ഈ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കുകയേ തരമുള്ളൂ. കാരണം അദ്ദേഹം പൂർണ്ണമായും അത്തരം അഭ്യൂഹങ്ങളെ തള്ളിപ്പറയുകയാണ്. അത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല, ആരുമായും ചർച്ച നടത്തിയിട്ടില്ല. മാത്രവുമല്ല, ഇങ്ങനെ ബെന്നി ബെഹനാനുമായി അത്തരത്തിലുള്ള പരിചയമൊന്നും എനിക്കില്ല. ജർമ്മനിയിൽ താൻ എങ്ങനെയാണ് ഇവരുമായി ചർച്ച നടത്തിയ വാർത്തകൾ വരുന്നത്, ഈ അഭ്യൂഹങ്ങൾ വരുന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. തന്നെ നശിപ്പിക്കാൻ വേട്ടയാടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിത് എന്നാണ് പി.കെ. ശശി വ്യക്തമാക്കുന്നത്. ഈ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നും അങ്ങനെ ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. പല പ്രധാനപ്പെട്ട നേതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും ഒരു കൂറുമാറ്റ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലുമുണ്ട്. അതിനൊരു പേരുകാരനായാണ് പി.കെ. ശശിയുടെ പേര് ചില കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിച്ചത്. ആ ആരോപണങ്ങളെ, അഭ്യൂഹങ്ങളെയാണ് അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുന്നത്. പി.കെ. ശശിക്ക് പാർട്ടിയോട് ചില അതൃപ്തി ഉണ്ട്, നല്ല സ്വരച്ചേർച്ചയിലല്ല എന്ന വാർത്ത നേരത്തെ തന്നെ ഉള്ളതാണ്. അക്കാര്യങ്ങളിൽ എന്തെങ്കിലും സംസാരിച്ചോ പി.കെ. ശശി? സ്വാഭാവികമായി അദ്ദേഹത്തിനെതിരെ സിപിഎം നടപടിയെടുത്തിരുന്നു. ജില്ലാ സെക്രട്ടറി അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് അദ്ദേഹത്തെ സിപിഎമ്മിന്റെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. അദ്ദേഹം പാർട്ടിയുടെ ഒരു സാധാരണ അംഗം മാത്രമാണ്. പക്ഷേ അദ്ദേഹം കെ.ടി.ഡി.സി ചെയർമാനാണ്. വളരെ പ്രധാനപ്പെട്ട പദവിയാണ്. സിപിഎം ഭരണത്തിൽ വരുമ്പോൾ, ഇടതുകൊണ്ട് ഭരിക്കുമ്പോൾ കെ.ടി.ഡി.സി ചെയർമാൻ സ്ഥാനം വളരെ പ്രധാനപ്പെട്ട ഒരു ബോർഡ് കോർപ്പറേഷൻ ദിനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമായി സിപിഎം കാണുന്നതാണ്. അവിടെ ഇപ്പോഴും അദ്ദേഹം തുടരുന്നു. അങ്ങനെയുള്ള ഒരാൾ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നാണ് അഭ്യൂഹം വന്നത്. അതിനെയാണ് അദ്ദേഹം തള്ളിപ്പറയുന്നത്. ചില ബോംബുകൾ ഇനിയും പൊട്ടാനുണ്ട് എന്ന് സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ അവകാശപ്പെടുന്നു. അത്തരമൊരു ബോംബായി മാറുമോ ഇതെന്ന അഭ്യൂഹങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ആ ബോംബ് അദ്ദേഹം തുടക്കത്തിലെ നിർവീര്യമാക്കുകയാണ് പി.കെ. ശശി. ശരി, എന്തായാലും നാളെ കൊട്ടിക്കലാശം നടക്കാനിരിക്കെ ഇനി പാലക്കാട് എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. പക്ഷേ അതിനുള്ള സാധ്യത പി.കെ. ശശി പൂർണ്ണമായും തള്ളുകയാണ്. വി അരുണിനോട് സംസാരിച്ചപ്പോഴാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ പൂർണ്ണമായും അദ്ദേഹം തള്ളിക്കളയുന്നത്. യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല, ബെന്നി ബെഹനാനെ അറിയ പോലുമില്ല നേരിട്ട് എന്നതാണ് പി.കെ. ശശി പറയുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി